തന്റെ റിമോട്ടിന്റെ ബട്ടൺ അമർത്തിക്കൊണ്ട് ഡെൽഗാഡോ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ചലനങ്ങൾ എന്നിവ നിയന്ത്രിക്കുകയായിരുന്നു. തന്റെ സ്റ്റിമോസീവറും റിമോട്ടുകളും ഉപയോഗിച്ച് ഡെൽഗാഡോയ്ക്ക് മനുഷ്യരിൽ തീവ്രമായ ലൈംഗിക ചിന്തകൾ, കാമം, ക്രോധം, വൈരാഗ്യബുദ്ധി, അക്രമവാസന, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ അവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു. ഇതിനെല്ലാം അപ്പുറം ഡോക്ടർ ഹൊസെ ഡെൽഗാഡോ തന്റെ രോഗികൾക്ക് തങ്ങളുടെ വികാരങ്ങൾ സ്വയം റിമോട്ടിന്റെ ബട്ടൺ അമർത്തിക്കൊണ്ട് നിയന്ത്രിക്കാനുള്ള അവസരവും നൽകിയിരുന്നു. സാങ്കേതികവിദ്യ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഹൊസെ ഡെൽഗാഡോ തനിക്കെതിരെ പാഞ്ഞെടുക്കുന്ന കാളയെ തന്റെ കൈകളിലിരിക്കുന്ന റിമോട്ട് കൺട്രോളർ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്ന ദൃശ്യങ്ങളാണിവ. 1960കളിൽ ഡെൽഗാഡോ നടത്തിയ മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെന്റുകളുടെ ഭാഗമാണിത്. പരീക്ഷണത്തിൽ ഡെൽഗാഡോയ്ക്ക് കാളയെ നിയന്ത്രിച്ചു നിർത്താനും വട്ടം കറക്കാനും വശങ്ങളിലേക്ക് ചലിപ്പിക്കാനുമൊക്കെ റിമോട്ടുകൾ കൊണ്ട് സാധിച്ചിരുന്നു. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ ശസ്ത്രക്രിയയിലൂടെ കാളയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്ക് നേരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. The bull was in very good health and I was in a very good health also. So, no problem. മസ്തിഷ്കം മറ്റവയവങ്ങളുമായി ആശയവിനിമയം ചെയ്യുന്നതും വിവിധ ശാരീരിക പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതുമൊക്കെ അതിസങ്കീർണമായ വൈദ്യുതി സംവിധാനത്തിലൂടെയാണ്. കൈകാലുകളുടെ ചലനങ്ങൾ, കാഴ്ച, ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, തീരുമാനമെടുക്കൽ എന്നിവയ്ക്കെല്ലാം നമ്മെ പ്രാപ്തമാക്കുന്നത് മസ്തിഷ്കത്തിന്റെ അതത് ഭാഗങ്ങളിലുള്ള ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന വൈദ്യുതി മൂലമാണ്. ഉദാഹരണത്തിന്, നമ്മൾ പ്രശ്നപരിഹാരത്തിനായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ മുൻഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലുള്ള ന്യൂറോണുകൾ പ്രവർത്തനക്ഷമമാവുകയും അവ തമ്മിൽ ആശയവിനിമയം നടത്താനായി വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന ഈ വൈദ്യുതിയെ ഇലക്ട്രിക് ഇമ്പൾസുകൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ പോലെയുള്ള ശരീരത്തിന്റെ ചലന പ്രക്രിയകളെ സാധ്യമാക്കുന്നത് നമ്മുടെ തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സ്, ഓഡേറ്റ് ന്യൂക്ലിയസ് തുടങ്ങിയ ഭാഗങ്ങളാണ്. നമ്മൾ കാലുകൾ ചലിപ്പിക്കാൻ ഇച്ഛിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മോട്ടോർ കോർട്ടെക്സിലുള്ള ന്യൂറോണുകൾ നമ്മുടെ കാലുകളുമായി ആശയവിനിമയം നടത്താനായി ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും അവയെ സ്പൈനൽ കോഡ് വഴി കാലുകളിലേക്ക് അയക്കുകയും ചെയ്യും. സ്പൈനൽ കോഡ് വഴി കാലുകളിൽ എത്തുന്ന ഇലക്ട്രിക് ഇമ്പൾസുകൾ കാലുകളുടെ പേശികളെ ഉത്തേജിപ്പിക്കുന്നതിനാലാണ് നാം ഇച്ഛിക്കുന്ന മാത്രയിൽ കാലുകൾ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ നാം ഇച്ഛിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇമ്പൾസുകളെ നാം ഇച്ഛിക്കാത്ത സമയത്ത് നമ്മുടെ തലച്ചോറിൽ കൃത്രിമമായി സൃഷ്ടിച്ചാൽ അത് തലച്ചോറിന്റെ ഏത് ഭാഗത്താണോ സൃഷ്ടിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛ കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നതാണ്. ഡെൽഗാഡോ റിമോട്ട് കൺട്രോളർ വഴി അയക്കുന്ന റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ കാളയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളെ പ്രവർത്തിപ്പിക്കുകയും ഇലക്ട്രോഡുകൾ കാളയുടെ മോട്ടോർ കോർട്ടെക്സിലും കോഡേറ്റ് ന്യൂക്ലിയസിലും കൃത്രിമമായി ഇലക്ട്രിക് ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാലാണ് റിമോട്ട് കൊണ്ട് കാളയെ ചലിപ്പിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. ശരീരത്തിന്റെ ചലന പ്രക്രിയകളെ സാധ്യമാക്കുന്ന മോട്ടോർ കോർട്ടെക്സിലും കോഡേറ്റ് ന്യൂക്ലിയസിലും കൃത്രിമമായി ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ അഥവാ വൈദ്യുതി ഉത്തേജനം നൽകാൻ കഴിയുന്ന ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുന്നത് മൂലം ശരീരചലനങ്ങളെ റിമോട്ടുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഡെൽഗാഡോ പിന്നീട് വികാരങ്ങൾക്ക് കാരണമാകുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളെ കൃത്രിമമായി ഉത്തേജിപ്പിക്കുന്നതിലൂടെ റിമോട്ടുകൾ കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് പഠിക്കാനായി വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. പൂച്ച, കുരങ്ങ്, എലി തുടങ്ങിയ മൃഗങ്ങളുടെ മോട്ടോർ കോർട്ടെക്സിലും വികാരങ്ങൾക്ക് കാരണമാകുന്ന അമിഗ്ഡാല, ലിംബിക് കോർട്ടെക്സ്, ഹൈപ്പോതലാമസ് തുടങ്ങിയ തലച്ചോറിന്റെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ഇലക്ട്രോഡുകളും ആന്റിനകളും ഘടിപ്പിച്ചുകൊണ്ടാണ് ഡെൽഗാഡോ പിന്നീട് പരീക്ഷണങ്ങൾ നടത്തിയത്.
പരീക്ഷണങ്ങളിൽ പൂച്ചകളുടെയും കുരങ്ങുകളുടെയും ഒക്കെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അവയുടെ സ്വഭാവവും വികാരങ്ങളെയും മാറ്റാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകൾ കൊണ്ട് കഴിഞ്ഞു. എലി, പൂച്ച, കുരങ്ങ്, കാള തുടങ്ങിയ മൃഗങ്ങളെ തന്റെ പരീക്ഷണ വിഷയങ്ങളാക്കിയ ഡെൽഗാഡോ പിന്നീട് തന്റെ പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുത്തത് മനുഷ്യരെയാണ്, അതും മാനസിക രോഗം ഉൾപ്പെടെയുള്ളവരെ. ബ്രെയിൻ ഇംപ്ലാന്റുകൾ ചെയ്ത് റിമോട്ടുകളുടെ സഹായത്തോടെ മൃഗങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാനും സ്വഭാവം മാറ്റാനും കഴിഞ്ഞ ഡെൽഗാഡോയ്ക്ക് ഇംപ്ലാന്റുകളുടെ സഹായത്തോടെ മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിക്കാനും സാധിച്ചു. അതിന് തെളിവാണ് 30 വർഷത്തോളം മനോരോഗികളുടെ മാനസിക നില മെച്ചപ്പെടുത്താനായി ഡെൽഗാഡോ ഉപയോഗിച്ചു പോന്നിരുന്ന തന്റെ RF മൈൻഡ് കൺട്രോൾ ഡിവൈസുകൾ. പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നത് മൂലം സഹിക്കാനാവാത്ത ദുഃഖം നമുക്കുണ്ടാവുകയോ തീവ്ര ദുഃഖത്തിൽ നാം അകപ്പെട്ടു പോവുകയോ ചെയ്താൽ നമ്മെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ആജീവനാന്തം ദുഃഖം നിലനിന്നാൽ പോലും അത് സഹിക്കുക എന്നതല്ലാതെ നമുക്ക് മറ്റു വഴികളൊന്നുമില്ല, അല്ലേ? എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ സന്തോഷം ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? ഹാപ്പിനെസ് എന്ന ഒരു ബട്ടൺ നിങ്ങൾ അമർത്തുന്നതോടെ നിങ്ങളുടെ സകല ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുകയും ചെയ്താൽ എങ്ങനെയുണ്ടാകും? ഡെൽഗാഡോ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഡെൽഗാഡോയെ സമീപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് ബട്ടൺ സ്വന്തമാക്കാൻ സാധിച്ചേനെ. ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത സ്റ്റിമോസീവർ എന്ന റേഡിയോ ഫ്രീക്വൻസി ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് സ്വിച്ച് അമർത്തിക്കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഡോക്ടർ ഹൊസെ ഡെൽഗാഡോയുടെ ചികിത്സയിൽ കഴിഞ്ഞ മാനസിക രോഗികൾ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. How do you feel? Pleasurable. തലച്ചോറിലേക്ക് നിർദ്ദേശങ്ങൾ അയക്കാനും അതുവഴി തലച്ചോറിലെ വിവിധ ഭാഗങ്ങളെ വൈദ്യുതി കൊണ്ട് ഉത്തേജിപ്പിക്കാനും കൂടാതെ തലച്ചോറിലെ EEG തരംഗങ്ങളെ വായിക്കാനും അവയെ പുറത്തേക്ക് അയച്ചുകൊണ്ട് നിരീക്ഷിക്കാനുമൊക്കെ ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത ഒരു നാണയത്തിന്റെ വലുപ്പം മാത്രമുള്ള റേഡിയോ ഫ്രീക്വൻസി ഉപകരണമാണ് സ്റ്റിമോസീവർ. മൃഗങ്ങളുടെ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഇംപ്ലാന്റ് ചെയ്ത് റിമോട്ടുകൾ കൊണ്ട് അവയുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ച ഡെൽഗാഡോയ്ക്ക് മനുഷ്യ മസ്തിഷ്കങ്ങളിൽ തന്റെ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. മനുഷ്യരിൽ തീവ്രമായ സന്തോഷവും ഉല്ലാസവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകളുടെ സഹായത്തോടെ കഴിഞ്ഞു. അതിനാൽ തന്നെ മനോരോഗികളിൽ സന്തോഷമുണ്ടാക്കാനായി ഡെൽഗാഡോ തന്റെ സ്റ്റിമോസീവർ ഉപയോഗിച്ചു പോന്നിരുന്നു.